Hello everyone, welcome to Kids Area Online. Class 3 മലയാളം എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? എല്ലാവരും ആൻസർ എഴുതിയോ? നല്ലതുപോലെ എഴുതിയോ? ഓക്കെ, അപ്പോൾ എഴുതിയ ആൻസർ ഒക്കെ ശരിയാണോ എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പ്രവർത്തനം 1. തണുത്ത കാറ്റ് വന്ന് വിളിച്ചാണ് ആനി ഉണർന്നത്. വണ്ടി വനത്തിനുള്ളിൽ കടന്നിരിക്കുന്നു. എവിടെ നോക്കിയാലും പച്ചപ്പു തന്നെ. പച്ചപ്പിനിടയിൽ ആനക്കൂട്ടം പോലെ കറുത്ത തടിയൻ പാറകൾ. അങ്ങകലെ ആനക്കൊമ്പ് പോലെ വെളുത്തൊരു വെള്ളച്ചാട്ടം. കിളികളുടെ ശബ്ദവും വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പലും കൂടിയായപ്പോൾ വനത്തിൽ പാട്ട് കച്ചേരി തന്നെ. കാറ്റിനൊപ്പം നൃത്തം ചെയ്യുന്ന മരങ്ങൾക്കിടയിലൂടെ ഓടിക്കളിക്കുന്ന സൂര്യരശ്മികൾ. സൂര്യന് മുഖം നോക്കാൻ വേണ്ടിയാവാം കണ്ണാടി പോലെ കാട്ടരുവി പതിയെ പതിയെ ഒഴുകുന്നു. അതിൽ മിഠായികൾ കൊണ്ട് പാത വിരിച്ചതുപോലെ വെള്ളാരം കല്ലുകളും. പുൽച്ചെടി മുതൽ മാനം മുട്ടയുള്ള വൻമരങ്ങൾ വരെ പരസ്പരം കൈകോർത്ത് താങ്ങും തണലുമായി നിൽക്കുന്നത് കണ്ടിട്ടും മതിയാകുന്നില്ല. കാട് എത്ര സുന്ദരമാണ്. ഈ യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ. ഇവിടെ ഒരു ഭാഗം നിങ്ങൾ വായിച്ചല്ലോ. ഇനി ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു 1ാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, വായിക്കാം, എഴുതാം. ഇത് വായിച്ച ശേഷം എന്ത് ചെയ്യണം? എഴുതണം. വിവരണം വായിച്ചല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ആനിയെ വിളിച്ചുണർത്തിയത് ആര്? ആനക്കൂട്ടം, കാറ്റ്, സൂര്യൻ, കിളികൾ. ആരാണ് വിളിച്ചുണർത്തിയത്? ആരാണ്? ഉത്തരം എന്താ? ഏതാ നിങ്ങൾ എഴുതിയേ? കാറ്റെന്ന് എഴുതിയോ? കാറ്റെന്ന് ഇവിടെ എഴുതിയോ? കാറ്റ്. ആകാശം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ള പദം ഏത്? ആകാശം എന്നർത്ഥം വരുന്ന പദം ഏതാ? പാതയാണോ, അരുവിയാണോ, വനമാണോ, മാനമാണോ? ഏതാണ് ശരി ഉത്തരം? മാനം. അപ്പൊ മാനം എന്നിവിടെ എഴുതണം. കണ്ണാടി പോലെ കാട്ടരുവി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? തെളിഞ്ഞ വെള്ളം, രുചിയുള്ള വെള്ളം, കലങ്ങിയ വെള്ളം, ചൂടുവെള്ളം. ശരി ഉത്തരം ഏതായിരുന്നു? തെളിഞ്ഞ വെള്ളം. കണ്ണാടി പോലെ കാട്ടരുവി എന്ന് ഉദ്ദേശിക്കുന്നത് തെളിഞ്ഞ വെള്ളം എന്നത് കാണിക്കാനാണ്. അപ്പൊ അതെന്ത് ചെയ്യണം? തെളിഞ്ഞ വെള്ളം എന്നിവിടെ എഴുതണം. ഡി ക്വസ്റ്റ്യൻ നോക്കാം. വനത്തിൽ പാട്ട് കച്ചേരി നടത്തിയത് ആരെല്ലാം? പുൽച്ചെടികളും വൻമരങ്ങളും, കിളികളും വെള്ളച്ചാട്ടവും, സൂര്യനും കാറ്റും, വെള്ളാരം കല്ലുകളും, കാട്ടരുവിയും. ആരാ ഇവിടെ ശബ്ദം ഉണ്ടാക്കുന്നേ? കിളികളും വെള്ളച്ചാട്ടവും. അതാണ് വനത്തിൽ പാട്ട് കച്ചേരി. കിളികളും വെള്ളച്ചാട്ടവും. സൂര്യൻ മുഖം നോക്കിയത് എന്തിലാണ്? സൂര്യൻ മുഖം നോക്കിയത്? കാട്ടരുവിയിൽ. ഓപ്ഷൻ ഡി, കാട്ടരുവിയിലാണ് സൂര്യൻ മുഖം നോക്കിയത്. അപ്പൊ 1ാമത്തെ ആക്ടിവിറ്റി എല്ലാവരും ശരിയായി എഴുതിയല്ലോ. 2ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. 2ാമത്തെ പ്രവർത്തനം രചനാശേഖരം. ആനയുടെ പഴഞ്ചൊൽ ശേഖരം നോക്കൂ. സമാന ആശയം വരുന്ന 2 പഴഞ്ചൊല്ലുകൾ കൂടി എഴുതി ചേർക്കൂ. ഒത്തുപിടിച്ചാൽ മലയും പോരും, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. അപ്പൊ ഇത് ഒരുമയെ കുറിച്ച് സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലാണ്. അതുപോലെ ഒരുമയെ സൂചിപ്പിക്കുന്ന 2 പഴഞ്ചൊല്ല് എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതണം. നമുക്ക് എന്തെഴുതാം? ഐക്യമത്യം, മഹാബലം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. അതുപോലെ മറ്റൊന്ന് നമുക്ക് എന്തെഴുതാം? ഒരുമ തന്നെ പെരുമ. ഒരുമ തന്നെ പെരുമ. ഒരുമ തന്നെ നല്ല കാര്യം എന്നാണ് പറയുന്നത്. ഒരുമ തന്നെ
പെരുമ. അപ്പൊ രണ്ടെണ്ണം ടീച്ചറോട് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എഴുതണം എന്നുള്ളതായിരുന്നു. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഐക്യമത്യം മഹാബലം, ഒരുമ തന്നെ പെരുമ. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആനയുടെ കടങ്കഥാശേഖരം നോക്കൂ. കടങ്കഥയിൽ ഒളിഞ്ഞിരിക്കുന്നത് ആര്? രാത്രി പൂക്കും മുല്ലയ്ക്ക് പന്തീരായിരം പൂക്കൾ, നക്ഷത്രങ്ങൾ. അതുപോലെ പഞ്ഞി പോലെ വെളുത്തിട്ട് മഴയ്ക്ക് മുമ്പ് കറുത്തിട്ട്, അതെന്താ? മേഘം. ഉത്തരം എന്താണ്? മേഘം. ഉത്തരം മേഘം. ഓക്കെ. മൂന്നാമത്തെ പ്രവർത്തനം, സി പ്രവർത്തനം നോക്കാം. പഴങ്ങളുടെ പേര് ഉത്തരമായി വരുന്ന രണ്ട് കടങ്കഥകൾ തയ്യാറാക്കൂ. പഴങ്ങളുടെ പേര് നിങ്ങൾക്കത് അറിയാലോ. 1000 തത്തയ്ക്ക് ഒറ്റ കൊക്ക്. 1000 തത്തയ്ക്ക് ഒറ്റ കൊക്ക്. ഉത്തരം എന്താ? വാഴക്കുല. അതുപോലെ മറ്റൊന്നുണ്ട്. ചെടിയിൽ കായ, കായയിൽ ചെടി. ചെടിയിൽ കായ, കായയിൽ ചെടി. എന്താണ്? കൈതച്ചക്ക. കൈതച്ചക്ക. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതായിരുന്നു. മൂന്നാമത്തേത് നിയമാവലിയാണ് കേട്ടോ. ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ മത്സരം. എല്ലാ കുട്ടികളുടെയും ഒരു കാലിൽ ബലൂൺ, ഒരു കാലിൽ ബലൂൺ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ബലൂൺ എന്ത് ചെയ്യണം? മറ്റേയാൾ ഇങ്ങനെ പരസ്പരം ചവിട്ടി പൊട്ടിക്കണം. എല്ലാവരുടെ കാലിലും ബലൂൺ ഉണ്ട്. അവരുടെ കയ്യിൽ ബലൂണിനെ സൂക്ഷിച്ചു വെച്ചിട്ട് മറ്റവരുടെ കാലിലെ ബലൂണിനെ ചവിട്ടി പൊട്ടിക്കണം. അതിന് നിയമാവലി ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു സമയം 10 പേർക്ക് മത്സരിക്കാം. എല്ലാവരും ഇടത് കാലിൽ ബലൂൺ കെട്ടണം. അടയാളപ്പെടുത്തിയിരിക്കുന്ന കളത്തിനുള്ളിലാണ് മത്സരം. സ്വന്തം ബലൂൺ പൊട്ടാതെ മറ്റുള്ളവരുടെ ബലൂൺ ചവിട്ടി പൊട്ടിക്കണം. അവസാനം വരെ ബലൂൺ പൊട്ടാതെ സൂക്ഷിക്കുന്ന ആളാണ് വിജയി. ആനിയുടെ സ്കൂളിൽ നടന്ന ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ മത്സരത്തിന്റെ നിയമാവലി വായിച്ചല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയുടെ നിയമാവലി തയ്യാറാക്കൂ. കളിയുടെ പേര് നമുക്ക് ഇപ്പൊ എന്താണ് ടീച്ചർ പറയാണ്? കര, കുളം. കുളവും കരയും. കര എന്താണ്? കുളത്തിൽ ചാടാൻ പറയുമ്പോൾ കുളത്തിൽ ചാടണം. കരയിൽ ചാടാൻ പറയുമ്പോൾ കരയിലോട്ട് ചാടണം. അതിനെക്കുറിച്ച് നിയമാവലി. എത്ര പേർക്ക് പങ്കെടുക്കാം? വൃത്തത്തിന് ഉള്ളിൽ പുറത്ത് നിൽക്കണം. അകത്തേക്ക് ചാടാൻ പറയുമ്പോൾ മാത്രമേ അകത്തേക്ക് ചാടാവൂ, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്താവുന്നതാണ്. അവസാനം വരെ നേതാവ് പറയുന്നതിനനുസരിച്ച് കുളത്തിനകത്തും കുളത്തിന് പുറത്തും ചാടാൻ കഴിഞ്ഞാൽ നിങ്ങൾ വിജയിയാകും. അങ്ങനെ നിയമാവലി തയ്യാറാക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേട്ടോ. ടീച്ചറോട് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒളിച്ചുകളി എന്ത് വേണമെങ്കിലും എഴുതാം. കളിയുടെ നിയമാവലി തയ്യാറാക്കൂ. പ്രവർത്തനം 4ൽ 4A 4B എന്നിങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 4A വരുന്നത് 4Aക്കും 4Bക്കും ഇവിടെ ഒരു വിവരണം നൽകിയിട്ടുണ്ട്. ആനിയുടെ സ്കൂളിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ചിത്രമാണിത്. ആഘോഷ പരിപാടികളിൽ അവളും പങ്കെടുത്തു. അവൾക്ക് വളരെ സന്തോഷമായി. പതിവ് പോലെ അന്നും അവൾ ഡയറി എഴുതാനിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. എന്തൊക്കെയാവാം ആനി ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? അപ്പോൾ ഡയറി എഴുതുമ്പോൾ ഡേറ്റ് എഴുതണം. സ്വാതന്ത്ര്യദിനം എന്നായിരുന്നു? ഓഗസ്റ്റ് 15. അപ്പോൾ ഓഗസ്റ്റ് 15 ഒരു ദിവസം എഴുതുക, വെള്ളി എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? താഴെ ഇന്ന് എൻ്റെ സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. ഞാൻ 9 മണിക്ക് സ്കൂളിലെത്തി. അടുത്ത് എന്തൊക്കെയാണ് അവിടെ നടന്നത്? ആരാണ് പതാക ഉയർത്തിയത്? പതാക ഉയർത്തിയപ്പോൾ കുട്ടികൾ നിങ്ങൾ എന്ത് ചെയ്തു? അതിൽ ആരൊക്കെ ഓരോ വേഷത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഏതൊക്കെ വേഷത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു? ഇവിടെ ഗാന്ധിജി ഉണ്ട് കണ്ടോ? അതുപോലെ പിന്നെന്താണ്? നിങ്ങൾക്ക് എന്ത് മധുരമാണ് നൽകിയത്? സ്വാതന്ത്ര്യ ദിനത്തിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഏതിലാണ് നിങ്ങൾ പങ്കെടുത്തത്? എത്ര മണിക്ക് നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തി? എത്ര മണിക്ക് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറി ആയിട്ട് എഴുതുന്നതാണ് ഡയറി. ഇനി അതിനെന്ത് ചെയ്യണം? അല്ല എങ്കിൽ 4B വിവരണമായിട്ട് എഴുതണം. അന്ന് നടന്ന കാര്യങ്ങൾ വിവരിച്ചെഴുതുക. എന്തൊക്കെയാണെന്നുള്ളത് വിവരിച്ചെഴുതുക. അപ്പോൾ 4A അല്ലെങ്കിൽ 4B എഴുതിയാൽ മതി. പ്രവർത്തനം 5, 5A 5B എന്നിങ്ങനെ രണ്ടെണ്ണമുണ്ട്. പ്രവർത്തനം 5A വരുന്നത് ക്ലാസ്സിലെ പതിവ് പത്രവായനയ്ക്കിടയിൽ ആനി കണ്ട ചിത്രമാണിത്. ഓരോ യുദ്ധവും ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെ കുറിച്ച് അവൾ ആലോചിച്ചു. ഈ സന്ദേശം ഉൾക്കൊണ്ട് അവൾ ഒരു പോസ്റ്റർ തയ്യാറാക്കി. പോസ്റ്റർ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ പോസ്റ്റർ വരച്ചിട്ട് സ്ക്വയർ വരച്ചിട്ട് പോസ്റ്റർ വാക്യം. യുദ്ധം വേണ്ട, അതെന്തൊക്കെ വരുത്തും നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക?
നല്ലൊരു ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ട് പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു പ്രവർത്തനം 5A. 5B എന്താ വരിക? പത്രവാർത്തയിലെ ചിത്രം കണ്ടില്ലേ? യുദ്ധം വരുത്തുന്ന നഷ്ടങ്ങൾ ഉൾപ്പെടുത്തി ആശയപടം വികസിപ്പിക്കൂ. യുദ്ധത്തിൽ എന്തൊക്കെ ഉണ്ടാവും? കൃഷി നശിക്കും, ആളുകൾ മരിക്കും, ആഹാരം കിട്ടാതാകും, പിന്നെന്താ? വൈദ്യുതി ഉണ്ടാകില്ല, വൈദ്യുതി നഷ്ടപ്പെടും. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എഴുതാലോ. വില വർദ്ധിക്കും, സാധനങ്ങളുടെ വില വർദ്ധിക്കും. ഇങ്ങനെ യുദ്ധമുണ്ടാകുമ്പോൾ എന്തൊക്കെയാണോ യുദ്ധം വരുത്തുന്ന നഷ്ടങ്ങൾ ഉൾപ്പെടുത്തി ആ നഷ്ടങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ എഴുതുക എന്നുള്ളത് 5 എണ്ണം എഴുതണം. ഇതായിരുന്നു ആശയപടം. ഇതാണ് ആശയം. നിങ്ങളുടെ ആശയം എഴുതുക. എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുമായിരിക്കും. അപ്പൊ ഇതായിരുന്നു 5B ക്വസ്റ്റ്യൻ, പത്രവാർത്ത. അപ്പൊ എല്ലാവരും പത്രവാർത്തയിലെ പോസ്റ്ററും യുദ്ധം വരുത്തുന്ന നഷ്ടങ്ങൾ ഇതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഇതായിരുന്നു 3ാം ക്ലാസ്സിലെ മലയാളം ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാവരും ആൻസർ നല്ലതുപോലെ എഴുതിയല്ലോ. സെക്കൻഡ് ടൈം ക്ലാസ് സെപ്റ്റംബർ 8 കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം സെക്കൻഡ് ടൈമിന്റെ ട്യൂഷൻ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.